ഓഹോ, ഞങ്ങളൊക്കെ ഇവിടെ ശനിയാഴ്ച നേരത്തെ കാലത്ത് എണീച്ചിരിക്കുമ്പോ തമ്പുരാട്ടി മാത്രം ചുരുണ്ട് കൂടി മഴയത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാല്ലേ? ഇപ്പൊ ശരിയാക്കി തരട്ടാ. ഇതേപോലെ എത്ര വട്ടം ഇന്നെ കടക്കാപ്പായി നീ എണീപ്പിച്ച് പായിപ്പിച്ചിട്ടുണ്ടാവും. ഇതേപോലെ അന്ന് എനിക്ക് വിളിച്ചു പിടിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ അതിന്റെ വേദന എന്താന്ന്? ഈനക്കുള്ള പണിയെ ചേച്ചിക്ക് ഞാൻ വൈകാണ്ട് തരുന്നുണ്ട് കേട്ടോ. ഓ ആയിക്കോട്ടെ, ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ്. വന്ന കാര്യം കഴിഞ്ഞ് ഇനി ചൂടോടെ ഒരു കാപ്പി കുടിക്കാം. അമ്മേ, ഒരു കപ്പ് കോഫി. ഓ പല വട്ടം പറഞ്ഞിട്ട് കഴിച്ച പാത്രം ഇങ്ങനെ സിങ്കിൽ കൂട്ടിയിടില്ലെന്ന് അതങ്ങോട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചാ എന്താ ഈ പിള്ളേർക്ക്? ഉള്ള എല്ലാ ചണ്ടയിലും പോയി കുടുങ്ങിട്ട് ഇപ്പൊ വെള്ളം തന്നെ ഇറങ്ങണില്ല. എടി സീതേ, സീതേ. ഇനിയിപ്പോ ഈ അമ്മയ്ക്ക് എന്താണാവോ? സീതേ, ഇവളിത് എവിടെ പോയി കിടക്കുവാ? ഓ എന്തിനമ്മേ? ഒരു ഗ്ലാസ് കാപ്പി എടുത്തേ, ഇളം ചൂടോടെ. ആ ദേ ഇപ്പൊ തരാം. ഓ എന്റെ ഈശ്വര, രാവിലെ തന്നെ കാപ്പി ഇട്ടെടുത്ത് എന്റെ നടു അടങ്ങി. എടാ അപ്പേ, ഒന്ന് മര്യാദയ്ക്ക് എണീക്ക്. എത്ര നേരം ഈ കിടന്ന് ആടാൻ തുടങ്ങിയിട്ട്? ഇനി കുറച്ചേരം ഞങ്ങൾ കിടക്കട്ടെ. എണീക്ക്. ആഹാ, ഈ കാറ്റത്ത് യൂഞ്ഞാലിൽ കിടന്ന് ആടാൻ എന്തൊരു സുഖം. പോയിട്ടേ വല്ല കുത്തിക്കുതാനോ അല്ലെങ്കിൽ ചിരട്ടയിൽ വണ്ണപ്പം ചുട്ടോ എന്തെങ്കിലും കളിക്ക്. ഞാനേ എനിക്ക് തോന്നുന്നു പണിക്കത്തുള്ളൂ. മക്കള് എന്നെ പ്രതീക്ഷിച്ച് നിന്ന് പോസ്റ്റ് ആവണ്ട. അപ്പു ഓവറാക്കല്ലേ, കുറെ നേരം കിടന്ന് ആടുന്നേ. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞെടുക്കും. പറഞ്ഞേക്കാം. നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട്. പോയി വല്ല മണ്ണപ്പം ചുട്ട് കളിക്കുന്നേ. വേണ്ട കുഞ്ഞാറ്റെ, ഇവനോടെ ഇങ്ങനെ പറഞ്ഞ കേൾക്കത്തില്ല. അവൻ എങ്ങനെ കേൾക്കുന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒന്ന് എന്റെ കൂടെ വന്നേ. പൊടി പൊടി. ഹേയ്, ഇല്ലടാ ഇവിടെ നിന്നിട്ടൊന്നും ഒന്നും സെറ്റ് ആവുന്നില്ല. നമുക്ക് അങ്ങോട്ട് ദുബായിലേക്ക് പിടിച്ചാലോ? വേറെ ആരോടായിരിക്കും? ഏട്ടന്റെ കൂടെ ബാക്ക് ബെഞ്ചിൽ ഈച്ച അടിച്ചിരുന്ന ഏതെങ്കിലും കൂട്ടുകാരനായിരിക്കും. ആയിക്കോട്ടെ. നമുക്ക് പ്ലാൻ ചെയ്യാം. അല്ല, ഞാനിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കോള് സംസാരിക്കുന്ന കണ്ടില്ലേ? അതിന്റെ ഇടയ്ക്കാണോ വന്ന് വിളിച്ച് ശല്യം ചെയ്യണേ? ഓ പിന്നെ വലിയൊരു ഇമ്പോർട്ടന്റ് കോള്. ഏട്ടന് ഇമ്പോർട്ടന്റ് കോളൊക്കെ ഞങ്ങൾ കുറെ കേട്ടതില്ലേ? ഏട്ടനിപ്പോ ഫോൺ കട്ടാക്കിട്ടൊന്ന് വന്നേ. എന്നാ ശരിടാ, ഞാനേ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ പോയി വന്നിട്ട് നിന്നെ വിളിക്കാട്ടോ. ഓക്കെ, ബൈ. എന്തേനി? ഏട്ടാ, ദേ നമ്മൾ മറ്റേ കിടന്നുടന്ന തൊട്ടിലില്ലേ, അതില് അപ്പു കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരെ അവര് ഞങ്ങൾക്ക് ആടാൻ തരുന്നേ ഇല്ലെന്നേ. അവൻ തന്നെ ആടാ. ഓ രാവിലെ തന്നെ അവരൊരു ചില്ലറ കേസ്. ഒന്ന് എണീച്ചു കൊടുത്തേ, അവരും കൂടെ കുറച്ചേരം ആടട്ടെ. പോരെ, 5 മിനിറ്റ് കഴിഞ്ഞിട്ടെ അവരെന്നെ മാറിക്കോളുന്ന്. അതിനുശേഷം രണ്ടുപേരും കയറി അടിക്കട്ടോ. ഇപ്പൊ മക്കളൊന്ന് ചെന്നിട്ട് ചേട്ടന് ഇളം ചൂടോടെ ഒരു ചായ എടുത്തു വന്നേ. എടി, ചായ എടുത്തിട്ട് പോന്നേ. അല്ല പിന്നെ ചായ വേണത്ര ചായ. എനിക്ക് അപ്പഴേ തോന്നിയായിരുന്നു ചേട്ടനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. വാ ചേച്ചി, നമുക്ക് പോയിട്ട് അച്ഛനോട് പറയാം. ഓ ഏത് നേരത്താണോ എനിക്കിങ്ങോട്ട് പോരാൻ തോന്നുന്നത്? മര്യാദയ്ക്ക് ഹോസ്റ്റലിൽ തന്നെ നിന്നാ മതിയായിരുന്നു. അതാവുമ്പോ ആഴ്ചയിൽ ഒരു വട്ടം തട്ടിക്കൂട്ടി അടിച്ചു വാരി ബാക്കിയുള്ളവർ കണ്ണിൽ പൊടിയിട്ടാ മതിയായിരുന്നു. ഇതിപ്പോ ഡെയിലി അടിച്ചു വരുമല്ലേ, 1-ന് 2 വട്ടം. എന്റെ ഈശ്വരാ, ഇനി എപ്പോഴാണോ ഒന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോണത്? ഓ പതുക്കെ തറയ്ക്ക് നോവും. ഇന്ന്
ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ. അല്ല, ചന്ദ്രൻ വീട്ടിലില്ലേ? ഓ, ഇല്ലാണ്ട് എവിടെ പോവാനാ? അതൊക്കെ വീട്ടിൽ കാണും. ചിലപ്പം പുറത്ത് എവിടെങ്കിലും പോയതായിരിക്കും. എന്തായാലും ബാക്കിയുള്ളവരുണ്ടാവല്ലോ, അവരോട് കാര്യം പറഞ്ഞിട്ട് പോവാനേ. അതും ശരിയാ. എന്നാ പിന്നെ ചന്ദ്രൻ വന്നാ അവര് പറഞ്ഞോളുമല്ലോ. അതെ അതെ, ചന്ദ്രേട്ടൻ ഇല്ലാണ്ടാണെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല. എന്തായാലും ചന്ദ്രേട്ടൻ വന്നേ പറ്റൂ. ഇപ്പൊ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യോടങ്ങ് കൊണ്ടുപോയേക്കാന്നേ. സത്യം, അവനില്ലാണ്ട് അവിടെ ഒരു പണി മര്യാദയ്ക്ക് നടക്കുന്നില്ല. അവനും പാടി വന്നെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേമ്പേ അങ്ങ് നീക്കാലോ. വിളിച്ചിട്ട് ആരും പുറത്തോട്ട് കാണില്ലല്ലോ. നീ ഒന്നും പാടി ഒന്ന് വിളിച്ചു നോക്ക്. ശരി സ്വാമി. ചന്ദ്രേട്ടോയ്, ചന്ദ്രേട്ടാ. ആഹാ, ആരത്? കുഞ്ഞാറ്റക്കിളിയോ? ഓ, എന്ത് പറയാനാ കുഞ്ഞാറ്റെ, അങ്കിള് കുറച്ച് പണിത്തിരക്കിലായി പോയിന്നേ. പോരാത്തതിന് നമ്മളെ മാരിയമ്മൻ കോയില് ഉത്സവം വരാൻ പോയല്ലേ. അപ്പോ അതിന്റെ തിരക്കും പാടി ഉണ്ടായിരുന്നു. അതാ ഇങ്ങോട്ട് വരാനേ പറ്റാഞ്ഞേ. അല്ല, മക്കള് മാത്രമേ ഉള്ളോ? അച്ഛനില്ലേ? ആണോ? ശരി മക്കളെ. നമുക്ക് എന്തിനൊക്കെ കളിക്കാം. നീ പോയിട്ട് കുഞ്ഞാറ്റിനെ വിളിച്ചോ. നമുക്ക് മൂന്നേർക്കും പുറത്തു പോയി കളിക്കാന്നേ. നിക്ക്, അവളും കൂടെ വരട്ടെ. അല്ലടി, പുറത്താരാ വന്നേ? അറിയത്തില്ലടാ, അച്ഛനെ തിരക്കി വന്നതാണെന്ന് തോന്നുന്നേ. നമ്മളെ മാരിയമ്മ കോയില് നാളെ ഉത്സവല്ലേ, അപ്പോ അതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നതായിരിക്കും. അങ്ങനെ കാത്തിരുന്ന് ഉത്സവം എത്തി. ഈ ഉത്സവം നമുക്ക് അടിച്ചു പൊളിക്കണം.